ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല കിടിലൻ കാറ്റാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ നമ്മുടെ പിന്നിലൊരു ക്യാമ്പ് ഫയർ ഏരിയ. നമ്മുടെ മുന്നിലുള്ള കാഴ്ച എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് പരുന്തുംപാറയ്ക്ക് തൊട്ടടുത്താണ്. അതേ ഈ ഒരു കുഞ്ഞു ബിൽഡിങ്ങിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു ഹോം സ്റ്റേയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിലുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കിടിലൻ കാറ്റാണ്. നമ്മൾ അവിടെ നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പം മുകളിലാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. ഇതാണ് നമ്മുടെ റൂം. ആക്ച്വലി ഇതൊരു 1 ബെഡ്റൂമാണ്. പക്ഷേ ഇതാ ഇവിടെ പുറത്തൊക്കെ നമുക്ക് കിടക്കാനൊക്കെ ആയിട്ട് സ്പേസ് ഉണ്ട് കണ്ടോ. പിന്നെ ഒരു TV, അതേപോലെ ഫ്രിഡ്ജ്, ഡൈനിങ് ഏരിയ. ഇതാണ് ബെഡ്റൂം. 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം, കുഴപ്പമില്ല. ബെഡ്റൂം എന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. തണുപ്പൊക്കെ ഉള്ളപ്പോൾ കിടിലായിരിക്കും. ഇപ്പം കോടമഞ്ഞൊന്നുമില്ല, പക്ഷെ അന്യായ കാറ്റാണ്. ഇത് ആക്ച്വലി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാം. ഇത് ഒരു അലമാരയുണ്ട്. അലമാരിക്കകത്ത് ടവൽസും അതുപോലെ ബ്ലാങ്കറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. അത്യാവശ്യം ഭയങ്കര വലിയ വാഷ്റൂം എന്ന് പറയാനില്ല. ഹീറ്ററൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കറക്റ്റാട്ടോ വന്നപ്പോൾ തൊട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല ഓപ്പൺ സ്പേസ് ആയതുകൊണ്ടായിരിക്കാം. പരുന്തുംപാറയുടെ തൊട്ടടുത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും നല്ല കാറ്റ്. ഇവിടെയാണ് നമ്മുടെ ക്യാമ്പ് ഏരിയ. ഒരു റിലാക്സ് ചെയ്ത് ഇരിക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയ ഇതാണ് കേട്ടോ. ക്യാമ്പ് ഫയർ ഒക്കെ അവർ പറഞ്ഞ് സെറ്റ് ചെയ്തിരുന്നു. ഞാനിത് കല്ലൊക്കെ വെച്ച് ഉണക്കാൻ വേണ്ടി വെച്ചതാണ്, പക്ഷെ അതൊക്കെ പറന്നുപോയി. മുകളിലാണ് പാർക്കിന്റെ സ്ഥലം. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേയുടെ പാർക്കിംഗ് ഏരിയ കേട്ടോ. ഞങ്ങൾ കാറിലല്ല, ബൈക്കിലാണ്. ഒരു ചെറിയ ബൈക്ക് ട്രിപ്പാണ്. ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് കുട്ടിക്കാനത്തേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ ലോബോസ് ഇന്നിൻ്റെ നൈറ്റ് ആംബിയൻസ്. ഇങ്ങോട്ടേക്കൊന്നും കാണാനില്ല. കുറച്ച് അവിടെ ലൈറ്റുകൾ മാത്രം കാണാം. അവിടെ റിസോർട്ടൊക്കെ കാണാം. ഇവിടെ പക്ഷേ നല്ല സൈലൻ്റാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളൊരു പാട്ട് പോലും വെച്ചിട്ടില്ല. ക്യാമ്പ് ഫയർ ഇട്ട് തന്നിട്ടുണ്ട്. ആണ് നമ്മുടെ സ്റ്റേയുടെ പുറത്തു നിന്നുള്ള രാവിലത്തെ ഉള്ള കാഴ്ചകൾ കേട്ടോ. സമയം ഇപ്പോൾ രാവിലെ ഒരു 7 മണിയായിട്ടേ ഉള്ളൂ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോഴും വെയിലൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ വന്നത് മാർച്ച് മാസമാണ്, ഫസ്റ്റ് വീക്കാണ് കേട്ടോ. അന്നേരം നല്ല തണുപ്പുണ്ട്. നാട്ടിലൊക്കെ അറിയാമല്ലോ, നല്ല ചൂടാണ്. ഇവിടെയും ഉച്ചയ്ക്കൊക്കെ നല്ല ചൂട് തന്നെയാണ്. പക്ഷേ ഇതുപോലെ രാവിലെയും ഉച്ച കഴിഞ്ഞൊക്കെ നല്ല കാറ്റാണ് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മുടെ ലോബോസ് ഇൻ എന്ന് പറയുന്ന സ്റ്റേയുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ് എല്ലാ വീഡിയോസിലും പോലെ. ഭയങ്കര കാറ്റാണ് രാവിലെ തന്നെ. ഇവിടുത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംബിയൻസ്, അതുപോലെ തന്നെ ക്ലൈമറ്റ്. നല്ല കാറ്റാണ് ഫുൾ ടൈം. ക്ലൈമറ്റിന് എടുത്ത് പറയുന്നത് ക്ലൈമറ്റ് ലക്കാണ് എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പരുന്തുംപാറയുടെ മുകളിലോട്ട് ഇങ്ങോട്ട് വരുന്ന, പരുന്തുംപാറയും കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റേ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഭാഗത്തൊക്കെ നല്ല കാറ്റും തണുപ്പിങ്ങനെ കൂടി വരും. കാറ്റുള്ള സമയത്തൊക്കെ നല്ല തണുപ്പാണ്. എന്നാൽ നമ്മൾ ഈ പരുന്തുംപാറയുടെ ആ സൈഡ് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നല്ല ചൂട്. മാർച്ച് മാസമാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്തേക്ക് എനിക്കൊന്ന് ഹൈറ്റ് കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം. നല്ല ഹൈറ്റിലാണ് നമ്മൾ. നിങ്ങൾക്ക് അറിയാം, എന്താ കണ്ടത്, ഞാൻ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ചുറ്റും നല്ല ഹൈറ്റ് കൂടിയ മലകളൊക്കെയാണ്. അപ്പം ഇതൊക്കെ പരുന്തുംപാറയുടെ ഒരു സൈഡാണ് കേട്ടോ. അങ്ങോട്ടേക്കൊക്കെ ജീപ്പ് റൈഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ കുറേ പേര് ജീപ്പൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ. അപ്പോൾ അത് തന്നെയാണ് പോസിറ്റീവ് ആംബിയൻസ്. പിന്നെ ഈ ഒരു സ്റ്റേയിൽ ഫുഡൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കിച്ചൺ യൂസ് ചെയ്യാം. കിച്ചൺ നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. ഒരു സ്റ്റൗ ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നിങ്ങൾക്ക് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. ഒന്നും ഇൻക്ലൂഡഡ് അല്ല. ഞങ്ങൾക്ക് ആയ റേറ്റ് എന്ന് പറഞ്ഞാൽ 3800 രൂപയാണ് കേട്ടോ 2 പേർക്ക്. ഇവിടെ ഒരു ഒറ്റ ബെഡ്റൂം വില്ലയാണിത്. മാക്സിമം ഒരു 5-6 പേർക്കൊക്കെ ഇവിടെ കുഴപ്പമില്ലാതെ അക്കോമഡേറ്റ് ചെയ്യാം. കാരണം നമ്മുടെ TV ഇരിക്കുന്ന ഹോളിലും കിടക്കാൻ സൗകര്യമുണ്ട് കേട്ടോ. 2 ദിവാൻ കോട്ട് പോലത്തെ സാധനവും പിന്നെ എക്സ്ട്രാ ബെഡൊക്കെ ഉണ്ട്. അതുപോലെ ബെഡ്റൂമിൽ 2 പേർക്ക് കിടക്കാം ബെഡിൽ. അതുപോലെ അതിൻ്റെ താഴെയും എക്സ്ട്രാ ബെഡ് വെച്ചിട്ടുണ്ട്. അപ്പം
അങ്ങനെ ഒരു മൊത്തം അഡ്ജസ്റ്റ് ചെയ്തൊരു 6 പേർക്ക് കിടക്കാൻ വലിയ കുഴപ്പമില്ലാതെ 5 പേർക്ക് എന്തായാലും സുഖമായിട്ട് കിടക്കാം. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ മേക്ക് മൈ ട്രിപ്പിൽ ഇങ്ങനെ 2 പേർക്ക് കൊടുത്ത് എടുത്തപ്പോൾ എനിക്ക് 3800 ആയത്. വേറെ ഒരു ആപ്പിലും ഞാൻ അങ്ങനെ കണ്ടില്ല. അതേപോലെ ഗൂഗിളിൽ ഇവർ കോൺടാക്ട് നമ്പറൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് മേക്ക് മൈ ട്രിപ്പ് വഴി ആയിരിക്കണം മോസ്റ്റ്ലി ബുക്കിങ്സ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഫുഡില്ലാന്നേ ഉള്ളൂ. എന്നാലും ഫുഡില്ലെങ്കിലും നമുക്കിവിടെ നിന്ന് തൊട്ടടുത്ത് റെസ്റ്റോറൻറ്റുകളില്ല. പിന്നെ എനിക്ക് തോന്നുന്നു പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം, പീരുമേട് പോകണം. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് ചെറിയ തട്ടുകടകളൊക്കെ കുറച്ച് അങ്ങോട്ട് ഈ പരുന്തുംപാറ എത്തുന്നതിന് മുമ്പ് കുറച്ച് പോകുമ്പോൾ തന്നെ 1-2 ചെറിയ തട്ടുകടകൾ പോലത്തെ സംഭവങ്ങളൊക്കെ, ചെറിയ റെസ്റ്റോറൻറ്റുകൾ കണ്ടായിരുന്നു. ഹോട്ടൽ എന്നൊക്കെ പറയാം. ചെറിയ ഫുഡിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തായാലും വന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചെറിയ രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ തന്നെ പരുന്തുംപാറയൊക്കെ കണ്ടങ്ങ് ചെക്കൗട്ട് ചെയ്ത് അങ്ങ് ഇറങ്ങണം. അപ്പോൾ നേരത്തെ നമ്മൾ ഭയങ്കര വെയിലാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നാട്ടിലെത്താൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾക്കിവിടെ ഫീൽ ചെയ്തത്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ലോബോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള യാത്രാ വിശേഷങ്ങളും അതുപോലെ ചെറിയ ചെറിയ രുചി വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.